ഹലോ, എന്തുണ്ട് വിശേഷം ഗൈസ്? അപ്പം ഇന്ന് ഒരു ഓയിൽ ഡിസ്പെൻസർ കാണിക്കാൻ വേണ്ടി വന്നേ. മറന്നുപോയി, പറയാൻ വന്നത് മറന്നുപോയി. ഇപ്പോൾ ഈ ഓയിൽ ഡിസ്പെൻസർ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് പ്രത്യേകതകൾ അങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഓയിൽ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, ഇതിലേക്കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഓയിൽ. അപ്പം അതല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ സ്പ്രേയും കൂടെ ഉണ്ട്. ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും ഓയിൽ. ഉണ്ടോ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെന്തുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാനാണല്ലോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുന്ന, കമ്മീഷൻ കിട്ടുന്നില്ല, അതൊന്നും അല്ല കാര്യം. ഇത് നമ്മൾ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ വാഷർ പോലത്തെ സംഭവമാണ്. അത് നേരെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഓയിൽ വയ്ക്കാനുള്ള ട്യൂബ് അത് ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ കൂടെ ഒരു ഫിൽറ്ററും കൂടെ ഉണ്ട്. നമ്മുടെ എണ്ണയിൽ ഇങ്ങനെ അഴുക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അതുകൂടെ വലിച്ച് പാനിലേക്ക് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണുന്നുണ്ടോ? അതാണ് സംഭവം. അപ്പോൾ അത് നമ്മൾ നേരെ ഇങ്ങനെ ഫിക്സ് ചെയ്യുക ഇതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നേരെ ഓയിൽ ഒഴിക്കുക. അതിൻ്റെ അകത്തോട്ട് ഇത് വയ്ക്കുക, ക്ലോസ് ചെയ്യുക, അടയ്ക്കുക. അത്രേ ഉള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ നല്ല ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കുറേ പേർക്ക് ഓയിൽ കുറഞ്ഞ ഭക്ഷണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്പെൻസർ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബ്രഷ് പോലത്തെ ബ്രഷല്ല, അത് തന്നെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഇല്ല. അതിന് പകരമായിട്ട് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ചുകൂടെ എണ്ണ കുറവായിരിക്കുമല്ലോ, അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 250 രൂപ അങ്ങനെ വേണ്ടാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. അപ്പം ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് മേടിക്കാം. കമ്മീഷനും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് ഇട്ടതാണ്. അതാണ് ഈ സാധനം, ഓയിൽ ഡിസ്പെൻസർ. മനസ്സിലായോ? അതാണ് സംഭവം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ സാധനം ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ തുറക്കുന്ന ആ ഒരു സ്വിച്ച് പോലത്തെ സാധനം. അതിങ്ങനെ സ്പ്രിങ് പോലത്തെ ഇരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് ഊരി വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെയൊക്കെ വിടുവാണെങ്കിൽ, അത് കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ ഊരി വരില്ല. ഊരി വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, അത് തിരിച്ച് ഇടാവുന്നേ ഉള്ളൂ. പിന്നെ അത് എപ്പോഴും ഊരി വന്നുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അതല്ലാതെ ഇത് സെറ്റാണ് സാധനം. ഓയിൽ സ്പ്രേയിങ്ങിനൊക്കെ അതെന്താ ഒരു സൗണ്ട്? ഓയിൽ ഇല്ലാത്തത് കൊണ്ടുള്ള സൗണ്ടാണ്. അത് ഓയിലിട്ട് കഴിയുമ്പോൾ മാറും.